ഇതാര് ദുബായ് ചേട്ടനാ? ഹലോ ആ ചേട്ടാ. ആ ഹബീബി, നിനക്ക് എത്ര കിലോ സ്വർണ്ണം വേണമെന്ന് പറ, ഞാൻ ഈ ചേട്ടൻ കൊണ്ടുതരാം. ഞാൻ അടുത്ത മാസം നാട്ടിലോട്ട് വരുന്നുണ്ട്. കിലോ കണക്കിന് സ്വർണ്ണോ? അതും കൊണ്ട് വന്നാ എയർപോർട്ടിൽ തന്നെ പിടിച്ചു വെക്ക്, നാട്ടിലോട്ട് പിന്നെ വരാൻ പറ്റില്ല. നീ എന്ത് തേങ്ങ പറഞ്ഞ എന്നെ പിടിച്ചു വെക്കാനാ? ഡ്യൂട്ടി ഫ്രീ ചെയ്ത് സ്വർണ്ണം വാങ്ങി കൊണ്ടുവരാല്ലോ, ഒരു കുഴപ്പമില്ല. ഓ അതാണോ? ആരെങ്കിലും ഗൾഫിൽ പോയിട്ട് ഒരു വർഷം അവിടെ പണി ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. ആണുങ്ങൾക്കാണെങ്കിൽ 20 ഗ്രാം സ്വർണം വരെയാണ് കൊണ്ടുവരാൻ പറ്റുന്നത്. സ്ത്രീകൾക്കാണെങ്കിൽ 40 ഗ്രാം സ്വർണം വരെ കൊണ്ടുവരാൻ പറ്റും. അതിൽ കൂടുതലായിട്ട് സ്വർണം കൊണ്ടുവരണമെങ്കിൽ അവിടെ കസ്റ്റം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഫോം വാങ്ങി കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് സ്വർണം ഡിക്ലെയർ ചെയ്യണം. അതുപോലെ തന്നെ ടാക്സും കൊടുത്തിട്ട് തന്നെ വരാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ നിയമപ്രകാരമാണ് ഇത്ര ഗ്രാമിലൊക്കെ നമുക്ക് സ്വർണം കൊണ്ടുവരാൻ പറ്റുന്നത്. പണ്ടത്തെ അവസ്ഥയായിരുന്നെങ്കിൽ ആണുങ്ങൾക്ക് 50,000 രൂപയുടെ സ്വർണ്ണമേ കൊണ്ടുവരാൻ പറ്റുള്ളൂ, പെണ്ണുങ്ങൾക്കാണെങ്കിൽ 1 ലക്ഷം രൂപയുടെ സ്വർണ്ണവും. ചേട്ടന് കല്യാണം എന്തെങ്കിലും ആയിരുന്നെങ്കിൽ ചേട്ടന്റെ വൈഫിന് 40 ഗ്രാമും ചേട്ടന് 20 ഗ്രാമും കൊണ്ടുവരായിരുന്നു. ഇപ്പൊ എന്ത് ചെയ്യാനാ, 20 ഗ്രാമേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ നാട്ടിൽ വന്നിട്ട് നിനക്ക് സ്വർണ്ണമാലി, സ്വർണ്ണമോതിരം, സ്വർണ്ണവളയൊക്കെ വാങ്ങിത്തരാം. അതായിരിക്കും നല്ലത്. വെറുതെ എന്തിനാ ഇവിടെ കസ്റ്റംസുകാരുടെ അവിടെ പോയി കിടക്കുന്ന വല്ല കാര്യമുണ്ടോ? ശരിയെന്നാ. സ്വർണത്തിന്റെ കാര്യം പോട്ടെ, കുറച്ച് ചോക്ലേറ്റും കൂടെ കൊണ്ടുവരണം. ബോസ് വാല, ബി ദ ബോസ്.